ജൻസി പ്രക്ഷോഭം ഇളക്കിമറിച്ച കാഠ്മണ്ഡുവിലെ പ്രധാനപ്പെട്ട തെരുവുകളിലൊന്നിലാണ് ഞാനും ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവും ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. ആ കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് പൂർണ്ണമായും വിജനമാണ്. നമുക്ക് കാണാം, കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. നേപ്പാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് ഇത്. ഇവിടെ ഇപ്പോൾ ഈ അവശ്യ സർവീസുകൾ, അതായത് മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. വലിയ തോതിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആളുകളോട് വീടുകൾക്ക് പുറത്തേക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആക്രമണം നടന്ന പല മേഖലകളിലും ഇപ്പോൾ ഈ വലിയ പോലീസ് ബന്ദോബസ്താണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സൈന്യം അവിടെ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാഠ്മണ്ഡുവിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്റ് മന്ദിരം, അതുപോലെ തന്നെ സുപ്രീം കോടതി മന്ദിരം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ തീയിട്ടിരുന്നു. നമ്മൾ ഈ വിമാനത്താവളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പല സ്ഥലങ്ങളിലും ഈ വാഹനങ്ങളൊക്കെ കത്തിച്ചിരുന്ന കാണാമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഈ സൈന്യത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. കാഠ്മണ്ഡുവിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശമാണ് ഈ പ്രദേശം. ഇവിടങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഈ നിരത്തുകളിൽ ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും കാഠ്മണ്ഡുവിലെ ഈ നേപ്പാളിലെ ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ പൂർണ്ണമായും വലയത്തിലാണ് നേപ്പാൾ എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല. ഏതായാലും നിലവിൽ ഇന്നലെ മുതൽ കാര്യമായ തോതിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.